നമുക്ക് കാണാം ആര് ചെയ്യുന്ന എന്നെ അടിച്ചു അടി പോയടി പോയടി കുണ്ടേ അടിച്ചു കേറിയല്ല നിന്റെ അണ്ണാക്കിൽ ഇടിച്ചു കേറി വരും ഞങ്ങള്. അപ്പൊ ഇടിയോടുകൂടിയും അടിയോടുകൂടിയും നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. വിജയുടെ കവാലത്തിൽ നല്ലൊരു അടി കിട്ടിയാണ് നമ്മൾ തുടരുന്നത്. നമ്മുടെ ഇന്ന് പ്രോഗ്രാമിന് നല്ല ഐശ്വര്യമായിരിക്കും. വേണ്ടിയാണ് ഞാൻ ആ ഇടി കൊണ്ടത്, ആ റൗത്തറിന്റെ കേട്ടാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏവർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം ഷോ മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE Harmony ചിട്ടികൾ and special partner Happy Peanut Butter. ചേച്ചിക്ക് ഒരു ഷേക്ക് ഹാൻഡ് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പഞ്ചു പിടിച്ചാ, നമുക്കൊന്ന് പഞ്ചു പിടിച്ചോ, ആരാണ് ജയിക്കുന്നത്? വാക്കമാണ് എന്റെ അളിയോ, നീ എന്തോടാ നീ വിചാരിച്ചത്? ഇപ്പൊ മനസ്സിലായോ തടിയുടെ ഗുണം? ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, പൊള്ളാച്ചീന സുമ്മാവേ അല്ല, ரொம்ப കണ്ടന്റ് ഇരിക്കടാ അതില്. അപ്പൊ സ്വയംവര പന്തൽ നിന്നും നമ്മളോടൊപ്പം ഇന്നും ചേർന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം നന്ദിനിക്കുട്ടിയും നമ്മുടെ സ്വന്തം സൂര്യ, സൂപ്പർ സ്റ്റാർ സൂര്യ. സൂര്യ, എടാ എന്റെ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായി. നിന്റെ കല്യാണം വേറൊരു പെൺകുട്ടിയായിട്ടായിരുന്നല്ലോ, പിന്നെന്താ നീ നന്ദിനിയുടെ പുറകെ ഇങ്ങനെ? വൈ വാട്ട് ഹാപ്പൻഡ്? അതും അമ്മ കാരണം തന്നെ. എന്താ? അതും അമ്മ കാരണം തന്നെ. നീ എല്ലാം അമ്മ കാരണം അമ്മ കാരണം അമ്മ. ആ സോന നേരി ചേച്ചി അവിടെ നിന്ന് ഇപ്പൊ തുമ്മി മരിക്കുന്ന എന്ന് പറഞ്ഞാലും അമ്മ കാരണം ഹച്ചി ഹച്ചി. ശത്രുത അമ്മയോടായതുകൊണ്ട് അമ്മയുടെ മുമ്പിൽ വെച്ച് ഇത്ര, അതായത് നെഗറ്റീവ് ക്യാരക്ടറായ പുള്ളിക്കാരൻ കിട്ടിയതിന് പകരം ഹീറോയിനെ കിട്ടി. പുള്ളിക്കാരിക്ക് അതാണ് ഇഷ്ടം, അമ്മയുടെ ഇഷ്ടത്തിന് ഓപ്പോസിറ്റ് ചെയ്യണം. അതുകൊണ്ട് അവളെ കിട്ടി. ഇപ്പൊ ശരിയാടാ, അങ്ങനെ വിശദമായിട്ട് പറയൂ. അതെ നന്ദിനിക്കുട്ടി ഡാർലിംഗ്, ഈ വിവാഹത്തിന് മുമ്പേ ഈ സൂര്യയുടെ കുടുംബമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരുന്നു? റിലേഷൻ സൂര്യയുടെ അച്ഛനാണ് ഞങ്ങളുടെ മുതലാളി. സൂര്യയുടെ അച്ഛൻ? അതെ. നിങ്ങളുടെ മുതലാളി? അപ്പൊ ഇപ്പൊ അമ്മായിയപ്പനായി? അതെ. എന്തെളുപ്പം, അതായിരുന്നു ബന്ധം. ഓക്കെ. ഈ അമ്മായിയമ്മയില്ലേ, സൂര്യയുടെ അമ്മ, നല്ല സ്നേഹമായിരുന്നോ നന്ദിനിയുടെ? അല്ലല്ല, എന്നെ ഫസ്റ്റ് തൊട്ടേ ഇഷ്ടമല്ല അവർക്ക്, ഇപ്പൊ ഒട്ടും ഇഷ്ടമല്ല. ഈ സുന്ദരി കുട്ടിയെ ഇഷ്ടപ്പെടാതിരിക്കാൻ എങ്ങനെ പറ്റുന്നവർക്ക്? അത് ഞാനും ആലോചിച്ചു. അറിയില്ല, പുള്ളിക്കാരിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്, ഓപ്പോസിറ്റ് ചെയ്യണല്ലോ. മനസ്സിലായ? ഓക്കെടാ, അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ഏകദേശം നമുക്കൊക്കെ കാര്യം പിടികിട്ടില്ലല്ലേ? ഒരുമാതിരി വട്ട് ലൂസ് കുടുംബമാ ഫുള്ള്, മനസ്സിലായല്ലോ അല്ലേ? അപ്പൊ നല്ലൊരു കൈഡിയോട് കൂടി നമ്മൾ തുടങ്ങുകയാണ് മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ. അടിച്ച് കേറി വായിൽ 30,000 രൂപയുടെ സമ്മാനങ്ങളുമായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ഫാത്തിമ. ഒരു മിനിറ്റ്, ഈ ഹൈലൈറ്റ് മോളിൽ വെച്ച് ഒരു ഹൈലൈറ്റ്സ് നമ്മൾ കാണിച്ചു കൊടുക്കാൻ പോവാണ്. ഇന്നലെ എന്താണ് നടന്നത്, എങ്ങനെയാണ് 30,000 രൂപ കിട്ടിയെന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. അത്രേ ഉള്ളൂ. യെസ്, വണ്ടർഫുൾ. ഇനി സൈഡിൽ കൂടെ എന്തെങ്കിലും ഒരു ഇഷ്ടമുള്ള ഡിസൈൻ ഉണ്ടാക്കാം. നന്നായിട്ട് കൈയടിച്ചു കൊടുത്തേ. കമോൺ, വലിച്ചിക്കീറ്, വലിച്ച് ചങ്ങ പിന്നെ വലിച്ചെറി. 30,000 രൂപ വില മതിക്കുന്ന സമ്മാനം അടിച്ചെടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ. അപ്പൊ നടന്നത് ഇതൊക്കെയാണ്. ഇപ്പൊ ജയിച്ചിരിക്കുന്നത് നമ്മുടെ പാത്തുമ്മയും ഞാനും നമ്മുടെ നന്ദിനി, നമ്മുടെ ടീമാണ്. കയ്യടി. ലെവൽ 4 മത്സരത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 50,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങളാണ്. ഇപ്പൊ നേരത്തെ നിങ്ങൾ സമ്മാനം ഉണ്ടല്ലോ 30,000, അതിന്റെ കൂടെ 20,000 രൂപ വില മതിക്കുന്ന ഒരു TV കൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഒരു ബ്രാൻഡ് ന്യൂ TV. അങ്ങനെ ടോട്ടൽ 50,000 രൂപയുടെ സമ്മാനങ്ങൾ നേടാൻ പോകുന്നത് ആരാണ്? നിങ്ങളുടെ മുമ്പിലേക്ക് കുറച്ച് ക്യാൻസർ ഇരിപ്പുണ്ട്. ഒരു സ്റ്റിക്കും ഉണ്ട് അവിടെ, കണ്ടല്ലോ. സിമ്പിൾ ആണ് ഗെയിം. നിങ്ങൾ ഈ സ്റ്റിക്ക് ആദ്യം കടിച്ചു പിടിക്കുക, എന്നിട്ട് ഇവിടെ ഒരു ഹോൾ ഉണ്ടല്ലോ, ഈ ഹോളിലേക്ക് ഇടുക. എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് കടിച്ചു പിടിച്ച് തന്നെ ഈ മുമ്പിലിരിക്കുന്ന ഇവിടെ കൊണ്ട് വെക്കുക, തിരിച്ചു വരിക. ഓക്കെ, 60 സെക്കൻഡ് സമയത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻ അവിടെ എത്തിയിരിക്കുന്ന ആളായിരിക്കും വിജയിക്കുന്നത്. And your time starts now. Come on.
വീഴ്ത്തരുത്. സ്ക്വാട്ട് ചെയ്തിരുന്നു ചേച്ചി. കാല് സ്പ്ലിറ്റ് ചെയ്ത്, കാല് സ്പ്ലിറ്റ് ചെയ്ത്. അത് റെഡിയാക്കാൻ നോക്കിയോ വേണമെങ്കിൽ. നേരെ വെക്കണം, നേരെ വെക്കണം, നേരെ വെക്കണം, നേരെ കൈയടിച്ചോടുത്ത്, കൈയടിച്ചോടുത്ത്. കാല് സ്പ്ലിറ്റ് ചെയ്ത്. അടിപൊളി അടിപൊളി. കാല് സ്പ്ലിറ്റ് ചെയ്ത്. കമാൺ കമാൺ. കൊണ്ടാ കൊണ്ടാ. യെസ് 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 യെസ്. ചേച്ചി പതുക്കെ സാവധാനം. നമ്മളിപ്പോ ജയിച്ചിരിക്കുകയാണ്. അതിന്റെ അടുത്ത് വെക്കാതെ കുറച്ച് മാറ്റി പോയി, അല്ലെങ്കിൽ അതും കൂടെ വീഴും. അതിന്റെ അടുത്ത് വെക്കരുത്. അല്ല കുഴപ്പമില്ല. എന്റെ പാത്ത് ഇവിടെ സമയമില്ലേ? 10 9 കൈ വെക്കരുത്. 8 7 6 5 4 3 2 1 0. വിട്ടോ മതി. എനിക്ക് മതി എന്റെ പാത്തുമ്മ, എനിക്ക് മതി. പാത്തുമ്മേ, ഞാനും എന്റെ നന്ദിനിയും നമ്മള് പ്രിയപ്പെട്ടവരെല്ലാം കൂടെ ആട്ടിൻകുട്ടിയും ചേർന്ന് ഇവിടെ 3 ഇവിടെ 4. അതിപ്പോ തള്ളിയിട്ട് ഇങ്ങനെ അല്ലായിരുന്നു ഇരുന്നത്. നീ കറക്റ്റായിട്ട് ഗെയിം ശ്രദ്ധിച്ചില്ല. ചുമ്മാ കള്ളത്തരം. അതിപ്പോഴെടുത്ത് വെച്ചത്. എന്തോ ഇവിടെ ഇപ്പൊ കാണിക്കുന്നത്? ഒരു വിജയത്തിനെ അംഗീകരിക്കാൻ പഠിക്കണം അല്ലേ? എങ്ങനെയെങ്കിലും ജയിക്കട്ടെ എന്ന് വിചാരിച്ചു. നമ്മ കയ്യില ഇருந்து എല്ലാം പോച്ച്. പോച്ചതല്ല, നമ്മൾ പിടുങ്ങി എടുത്ത് ഇങ്ങനെ കൊണ്ടുവച്ച് അപ്പടി சொல்லடா. அந்த സമ്മാനങ്ങളും പോച്ച്, മാനുവും പോച്ച്, അത് മുന്നാടിയേ പോച്ച്. இந்த ഗെയിമും പോച്ച്. അത് കുഴപ്പമില്ല. നീ നമ്മ വീട്ടിലേ പോയിരിക്കണോ? ഞങ്ങളുടെ കൂടത്ത് ഉള്ള ഒരാളാ ജയിച്ചത്, അതുകൊണ്ട് എനിക്ക് അഭിമാനമല്ല. എന്റെ ഒരു അണപ്പല്ലിന് പാത്തുമ്മ ചേച്ചി തന്ന മറുപടിയാണത്. എന്തൊരു ഇടിയായിരുന്നു എന്റെ അപ്പോ. അപ്പോ ഇത്രയും നേരം നല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ കൂടെ ഇപ്പം കളിച്ച് പോരാടി മുന്നേറി വന്ന നമ്മുടെ ചേച്ചിക്ക് നല്ലൊരു സമ്മാനം കൊടുക്കുകയാണ്. ഞാൻ അംഗീകരിക്കുന്നു. പാലക്കാടൻ നാച്ചുറൽ നെല്ലരി റൈസ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനമാണ് സൂര്യ കൊടുക്കുന്നത്. ഓക്കേ ചേച്ചി, ഞാൻ ഒരു കണ്ടസ്റ്റന്റിനെ സെലക്ട് ചെയ്ത് വെക്കാം. നിങ്ങൾ രണ്ടുപേരും പോയി കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് നിങ്ങളിൽ നിന്നും ഒരാൾക്ക് എന്റെ ടീമിൽ മത്സരിക്കാനുള്ള അവസരം ലഭിക്കാൻ പോവുകയാണ്. അതെ, എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണ് ഈ കാര്യത്തില്. എന്തുവാ നീ സെലക്ട് ചെയ്ത് തന്നാ മതി. അതെങ്ങനെയാണ് നീ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിന്റെ സ്ഥിരം പരിപാടി ഉണ്ടല്ലോ, നാക്കുളുക്കി പറയേണ്ടത്. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, അങ്ങനെ ഫാസ്റ്റില് പറയണം. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് കുണ്ടി. നീ എണീക്കണ്ടായി. ഇനിയും കുറെ കുണ്ടികൾ വരാനുണ്ട്. നീ അവിടെ കിടന്നോ? എന്നെ നാണം കെടുത്താനായിട്ട് ഞാൻ പറഞ്ഞില്ലേ ശ്രദ്ധിച്ച് പറയണോന്ന്. ഇനി ചേച്ചിടാ വന്ന് വണ്ടി കുണ്ട് കയറി. വണ്ടി യു മീൻ വണ്ടി. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടിയിൽ കയറി, അങ്ങനെ. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. അയ്യോ, ഇതിൽ എന്നെ കൂട്ടലിടാ. എന്റെ കൊച്ചുമക്കളൊക്കെ ഇരിപ്പുണ്ട്, എന്റെ കുഞ്ഞുമക്കളൊക്കെ വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. സൂപ്പർ. വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, എന്നിട്ട് വണ്ടി കുന്ന് കയറി, അതല്ലേ 2 പ്രാവശ്യം പറഞ്ഞു. കുന്ന് വണ്ടി കയറി, വണ്ടി കുന്ന് കയറി, കുന്ന് വണ്ടി കയറി. ആരാട്ട് പാട്ട് പോലെ ഉണ്ട്. ഞാൻ മടി കിടന്ന് ഉറങ്ങും. ഇവർ രണ്ടുപേരാണ് കുറച്ച് സ്പീഡിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞത് അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് എന്റെ കൺഫ്യൂഷൻ. വേറൊരു സാധനം പറയുക. വേറെ ഇതുപോലത്തെ ആളെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം പറയാ. കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. 2 പ്രാവശ്യം പറഞ്ഞു. ഇവിടെ മൂത്ത പുത്രൻ രാമമൂർത്തി, കൃഷ്ണപുത്രൻ കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി, കൃഷ്ണമൂർത്തിയുടെ മൂത്ത പുത്രൻ രാമമൂർത്തി. താങ്ക് യു സോ മച്ച്. ഇവർക്ക് പ്രോത്സാഹന സമ്മാനം കൊടുക്കാം നമുക്ക്. നന്നായിട്ടുണ്ടരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്പ് നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ് വണ്ടി കുന്നുകയറി ചേട്ടാ. നന്ദിനി, സൂര്യ,
പെയ്തൊഴിയാതെ സീരിയലിൽ ചാരുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരാണ്? പറഞ്ഞോ, ആരാണ്? മാമൻ. മാമൻ. കറക്റ്റ് ആൻസറാ. ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു സമ്മാനം. നല്ലൊരു കൈ കൊടുക്കൂ. മാംഗല്യം തന്തുനാനനെ സീരിയലിലെ നിധിയുടെ സഹോദരന്റെ പേര് അറിയുന്നത് എന്താ ചേച്ചി? നിഖിൽ. നിഖിൽ. നിഖിൽ is the right answer. കൈ കൊടുക്കാം. മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് നൽകുന്ന ഒരു കിടിലം സമ്മാനമാണ് നിഖിൽ ചേച്ചിക്ക് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഫാത്തിമ ചേച്ചിയോട് മത്സരിച്ച് ഈ വിജയനെ മലർത്തിയടിക്കാനേ വരുന്നു എന്റെ ടീമിലേക്ക് അന്നലക്ഷ്മി. വെൽക്കം ടു ദി ഷോ. യെസ്, പറയൂ, എന്ത് ചെയ്യുന്നു അന്നലക്ഷ്മി? ഹരിതകർമ്മസേന. ഹരിതകർമ്മസേന. കൂട്ടുകാരൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഓ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാൻ, ഹസ്ബൻഡ്, 2 മക്കളുണ്ട്. അപ്പൊ അന്നലക്ഷ്മി റെഡി ആയിരിക്കാണ് മത്സരിക്കാൻ. അതെ. എന്റെ പ്രിയപ്പെട്ട അരീക്കാട് പാത്തുമ്മ ചേച്ചി കിട്ടിയിരിക്കുന്നത് 1, 2, 3, 4 രൂപയുടെ സമ്മാനമല്ല, മറിച്ച് 50,000 രൂപയുടെ 1,00,000 രൂപയുടെ സമ്മാനമാണ് നേടിയിരിക്കുന്നത്.